ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ആദ്യ മത്സരത്തിൽ പോർച്ചുഗൽ ദേശീയ ടീം സമനില വഴങ്ങിയതോടുകൂടി അവരുടെ ടീമിനകത്തെ പ്രശ്നങ്ങൾ മറ നീക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ സഹതാരങ്ങൾ ഒറ്റപ്പെടുത്തുന്നു എന്ന ആരോപണം ഒരുപാട് കാലമായി റൊണാൾഡോയുടെ ആരാധകർ ഉന്നയിക്കുന്ന ഒന്നാണ്. പക്ഷേ കഴിഞ്ഞ മത്സരം അവസാനിച്ചതോടുകൂടി പല ഫുട്ബോൾ നിരീക്ഷകരും ഇത് ഉയർത്തി കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല മുൻ താരങ്ങളും ജേർണലിസ്റ്റുകളുമൊക്കെ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പലരും അവഗണിക്കുന്നു, അദ്ദേഹത്തിന് പാസ് നൽകാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ വളരെയധികം ശക്തമാണ്. ഏതായാലും പോർച്ചുഗൽ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരിശീലകനായിരുന്ന എറിക് ടെൻ ഹാഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെ പോർച്ചുഗൽ ദേശീയ ടീമുമായി പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നേരത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി പ്രശ്നങ്ങൾ ഉണ്ടായ ഒരു പരിശീലകനാണ് എറിക് ടെൻ ഹാഗ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നേഷൻസ് ലീഗിൽ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോർച്ചുഗൽ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പോർച്ചുഗലിന് വളരെ ശക്തമായ ഒരു ടീമുണ്ട്. അവർ തീർച്ചയായും ഏറ്റവും ചുരുങ്ങിയത് സെമി ഫൈനലിൽ എങ്കിലും എത്തേണ്ടതാണ്. പക്ഷെ ഒരു വലിയ ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു. അത് തന്നെയാണ് പോർച്ചുഗൽ ദേശീയ ടീമിനകത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പോർച്ചുഗൽ ടീമുമായി എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളതാണ്. കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് പോലുള്ള ഒരു വലിയ ഇന്റർനാഷണൽ ട്രോഫി നേടുന്നത് കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അദ്ദേഹം കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ അദ്ദേഹം ടീമുമായി പൊരുത്തപ്പെടും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചാലഞ്ച്. ഇതാണ് എറിക് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഈ ടീമുമായി പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ആ വെല്ലുവിളി മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് പോർച്ചുഗൽ ദേശീയ ടീമിന് കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ എറിക് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.